ധൂം എന്ന ബോളിവുഡ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിലെ നായകൻ അതിസാഹസികമായി കവർച്ചകൾ നടത്തുന്നത് കാണുമ്പോൾ നമ്മളിൽ പലരും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സിനിമയെ വെല്ലുന്ന രീതിയിൽ കേരളത്തിലെ മലപ്പുറം ജില്ലയിലുള്ള ചേലേമ്പ്രയിൽ നടന്ന ഒരു വൻ കവർച്ചയുടെ കഥയാണ് നമുക്കിന്ന് പറയാനുള്ളത്. ജോസഫ് എന്ന ബാബുവും അവന്റെ സംഘവും ചേർന്ന് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബാങ്ക് കൊള്ളകളിലൊന്ന് പ്ലാൻ ചെയ്തത് ഒരു സിനിമ കണ്ട ആവേശത്തിലായിരുന്നു. ബാങ്കിന്റെ മുൻവാതിൽ പൊളിച്ചോ തോക്കുധാരികളെ തടഞ്ഞുവെച്ചോ അല്ല അവർ ഈ കൃത്യം നടത്തിയത്. മറിച്ച് ബാങ്കിന് താഴെയുള്ള ഒരു റെസ്റ്റോറന്റിൽ നിന്ന് മുകളിലെ സിമന്റ് തറ തുരന്നായിരുന്നു. ഓരോ നീക്കവും വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഈ സംഘം മാസങ്ങളോളം സാധാരണക്കാരെപ്പോലെ ജീവിച്ച് ആരെയും സംശയിപ്പിക്കാതെ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. മിഡ്നൈറ്റ് ടെയിൽസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈയൊരു സാഹസിക കവർച്ചയുടെ കഥയിലേക്ക് കടക്കുന്നതിനു മുൻപായി നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. 2007 ആണ്ടിലെ മലപ്പുറം ജില്ലയിലെ കൊട്ടപ്പുറത്തിനടുത്തുള്ള ചേലേമ്പ്ര എന്ന പ്രദേശം അന്ന് വളരെ ശാന്തമായ ഒരു സ്ഥലമായിരുന്നു. സാധാരണ കടകളും ചെറിയ കെട്ടിടങ്ങളുമൊക്കെയായി തിരക്കുള്ള ഒരു ചെറിയ ടൗൺ. അവിടെയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ശാഖ പ്രവർത്തിച്ചിരുന്നത്. പകൽ സമയങ്ങളിൽ ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന ഈ കെട്ടിടത്തിന് താഴെ നടന്നുകൊണ്ടിരുന്ന നിഗൂഢമായ കാര്യങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. ജോസഫ് എന്ന ബാബുവായിരുന്നു ഈ മാസ്റ്റർ പ്ലാനിന് പിന്നിലെ ബുദ്ധികേന്ദ്രം എന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി. സിനിമയിലെ നായകനെപ്പോലെ സ്റ്റൈലായി ഒരു കൊള്ള നടത്തണമെന്നും പോലീസിനെ വെട്ടിച്ചു രക്ഷപ്പെടണമെന്നും ബാബു ആഗ്രഹിച്ചിരുന്നു. ബാങ്കിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ എങ്ങനെയൊക്കെ മറികടക്കാം എന്ന് അയാൾ മാസങ്ങളോളം ഇരുന്ന് ചിന്തിച്ചുണ്ടാക്കിയ ഒരു പ്ലാനായിരുന്നു ഇത്. കവർച്ചയ്ക്ക് മാസങ്ങൾക്ക് മുൻപേ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ഈ നാലംഗ സംഘം തുടങ്ങിയിരുന്നു. ബാങ്കിന് കൃത്യം താഴെയുള്ള കെട്ടിടം ഒരു റെസ്റ്റോറന്റ് തുടങ്ങാനെന്ന വ്യാജേന ഇവർ വാടകയ്ക്കെടുത്തു. എല്ലാ ദിവസവും അവിടെ പണികൾ നടക്കുന്നതായും സാധനങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകുന്നതായും നാട്ടുകാർ കണ്ടിരുന്നു. ഒരു പുതിയ ഹോട്ടൽ വരാൻ പോകുന്നു എന്ന് കരുതി ആരും ഇവരെ സംശയിച്ചതുമില്ല. ഈ മറയിലിരുന്നുകൊണ്ട് അവർ മുകളിലെ ബാങ്കിന്റെ ഓരോ ചലനങ്ങളും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ബാങ്കിന്റെ തറ എവിടെയാണ് ദുർബലമെന്നും ലോക്കർ എവിടെയാണ് ഇരിക്കുന്നതെന്നും അവർ താഴെയിരുന്നുകൊണ്ട് കൃത്യമായി അളന്നെടുത്തു. ബാങ്ക് ജീവനക്കാരുടെ സമയവും അവരുടെ ജോലിരീതികളുമെല്ലാം ഒരു വേട്ടക്കാരൻ തന്റെ ഇരയെ നോക്കി നിൽക്കുന്നതുപോലെ അവർ പഠിച്ചു. പുറമേ നോക്കുന്നവർക്ക് അവിടെ വലിയ രീതിയിലുള്ള പണികൾ നടക്കുന്നു എന്നാണ് തോന്നിയിരുന്നത്. ഹോട്ടൽ നവീകരണത്തിന് എന്ന പേരിൽ അവർ കൊണ്ടുവന്ന യന്ത്രങ്ങളും സിമന്റും മണലുമെല്ലാം യഥാർത്ഥത്തിൽ ബാങ്ക് തുറക്കാനുള്ള ഉപകരണങ്ങളായിരുന്നു. യന്ത്രങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ അവർ വളരെ തന്ത്രപരമായി പ്രവർത്തിച്ചു. തുറക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടിയും ശബ്ദവും ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ അവർ ഓരോ ദിവസവും പണികൾ തുടർന്നു. ബാങ്കിന്റെ വോൾട്ടിൽ എപ്പോഴാണ് കൂടുതൽ പണവും സ്വർണവും ഉണ്ടാകുക എന്ന് അവർ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു. സാധാരണഗതിയിൽ ബാങ്കിന്റെ സുരക്ഷ എന്നത് മുൻവാതിലിലും ജനലുകളിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ തറയിലൂടെ ഒരാൾ വരുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. 2007 വർഷം അവസാനിക്കാറായ ഡിസംബർ മാസത്തിലെ ആ തണുപ്പുള്ള ദിവസങ്ങളിൽ അവർ തങ്ങളുടെ അവസാന വട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. പുതുവത്സരം ആഘോഷിക്കാൻ നാടൊരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന വലിയ ശബ്ദങ്ങളും പടക്കങ്ങൾ പൊട്ടുന്നതുമൊക്കെ തങ്ങളുടെ പണിക്ക് ഗുണകരമാകുമെന്ന് അവർ കണക്കുകൂട്ടി. ഡിസംബർ 31 രാത്രി ബാങ്ക് അവധിയായിരിക്കും എന്നതും തെരുവുകളിൽ ആളുകൾ ആഘോഷത്തിലായിരിക്കും എന്നതും അവർക്ക് അനുകൂലമായ കാര്യങ്ങളായിരുന്നു. ഗ്യാസ് കട്ടറുകളും വലിയ ആയുധങ്ങളുമായി അവർ ആ റെസ്റ്റോറന്റിനുള്ളിൽ അവസാന നീക്കത്തിനായി തയ്യാറെടുത്തു. ബാങ്കിന്റെ കനത്ത സിമന്റ് തറ അവർ കൃത്യമായി അടയാളപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ഇനി വേണ്ടത് കുറച്ചു മണിക്കൂറുകൾ മാത്രം. കേരളത്തെ നടുക്കിയ ആ വലിയ കവർച്ചയുടെ അർദ്ധരാത്രി അങ്ങനെ അടുത്തുവരികയായിരുന്നു. 2007 പുതുവർഷ തലേന്ന് ചേലമ്പ്ര ഗ്രാമം പുലരാനിരിക്കുന്ന പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയായിരുന്നു. നാടും നഗരവും ആഘോഷങ്ങളുടെ തിമിർപ്പിലായിരുന്ന ആ രാത്രിയിൽ ബാങ്കിന് താഴെയുള്ള ആ അടച്ചിട്ട റെസ്റ്റോറന്റിനുള്ളിൽ
നാലുപേർ തങ്ങളുടെ മാസങ്ങൾ നീണ്ട പദ്ധതിക്ക് അവസാന രൂപം നൽകുകയായിരുന്നു. പുറത്തു പടക്കങ്ങൾ പൊട്ടുന്ന ശബ്ദവും ഡിജെ പാട്ടുകളുടെ ബഹളവും ഉയരുമ്പോൾ അത് തങ്ങൾ ചെയ്യുന്ന വൻ കവർച്ചയുടെ ശബ്ദം പുറത്തറിയാതിരിക്കാൻ അവർക്ക് വലിയ സഹായമായി. പുതുവർഷ ആഘോഷങ്ങളുടെ ആവേശത്തിൽ തെരുവുകളിൽ ആളുകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ബാങ്കിന് തൊട്ടുതാഴെ ഒരു വലിയ തുരങ്കം ഒരുങ്ങുകയാണെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കെട്ടിടത്തിന് പുറത്ത് വാഹനങ്ങൾ ഹോണടിച്ചും ആളുകൾ ആർപ്പുവിളിച്ചും നീങ്ങുമ്പോൾ ഉള്ളിൽ ആ സംഘം തങ്ങളുടെ പണനിയായുധങ്ങൾ പുറത്തെടുത്തു. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ നീങ്ങിയത് ആ രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട്. പുറത്ത് ശബ്ദഘോഷങ്ങൾ നടക്കുമ്പോൾ ഉള്ളിൽ മറ്റൊരു ചരിത്രം കുറിക്കപ്പെടുകയായിരുന്നു. താഴത്തെ നിലയിലെ ആ പഴയ റെസ്റ്റോറന്റിനു ഉള്ളിൽ ഇപ്പോൾ പഴയ ഫർണിച്ചറുകളൊന്നുമില്ല. എല്ലാം മാറ്റി സ്ഥലം വൃത്തിയാക്കിയിരിക്കുന്നു. തറയിലും ഭിത്തിയിലുമെല്ലാം പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിച്ചിരിക്കുന്നത് സിമന്റ് പൊടിയും അഴുക്കും പുറത്തുപോകാതിരിക്കാനാണ്. ഗ്യാസ് കട്ടറുകളും വലിയ ചുട്ടികകളും മറ്റ് യന്ത്രസാമഗ്രികളും അവിടെ റെഡിയായിരിക്കുന്നു. അന്തരീക്ഷത്തിൽ മെഷീൻ ഓയിലിന്റെയും തുരുമ്പിന്റെയും ഒരു പ്രത്യേക ഗന്ധം പടർന്നു പിടിച്ചിരുന്നു. ആ നാലുപേരും തങ്ങളുടെ മുഖം മറയ്ക്കാനുള്ള വസ്ത്രങ്ങളും കണ്ണിന് സംരക്ഷണം നൽകുന്ന കണ്ണടകളും ധരിച്ച് പണി തുടങ്ങി. മുകളിൽ ബാങ്കിന്റെ സ്ട്രോങ് റൂം എവിടെയാണെന്ന് അവർ നേരത്തെ തന്നെ അളന്നു തിട്ടപ്പെടുത്തിയിരുന്നു. കൃത്യം ആ ഭാഗത്തിന് താഴെ നിന്നുകൊണ്ട് അവർ കോൺക്രീറ്റ് പാളി മുറിക്കാനാരംഭിച്ചു. ആ മുറിക്കുള്ളിൽ വല്ലാത്തൊരു പിരിമുറുക്കം അനുഭവപ്പെടുന്നുണ്ടായിരുന്നുവെങ്കിലും അവരുടെ കൈകൾക്ക് ഒട്ടും വിറയലുണ്ടായിരുന്നില്ല. ഗ്യാസ് കട്ടറുകൾ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ആ ഇരുണ്ട മുറിയിൽ ഓറഞ്ച് നിറത്തിലുള്ള തീപ്പൊരികൾ ചിതറി തെറിക്കാൻ തുടങ്ങി. കട്ടറിൽ നിന്നുള്ള കഠിനമായ ചൂട് ആ ചെറിയ മുറിക്കുള്ളിൽ വല്ലാതെ തളം കെട്ടിനിന്നു. സിമന്റ് പാളികൾ മുറിഞ്ഞു വീഴുമ്പോഴുണ്ടാകുന്ന കനത്ത പുകയും പൊടിയും കാരണം ശ്വാസമെടുക്കാൻ പോലും അവർ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. മെഷീന്റെ ചെവി തുളയ്ക്കുന്ന ശബ്ദം ആ വലിയ കെട്ടിടത്തിന്റെ തറയിലൂടെ അലയടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പുറത്തെ പടക്കം പൊട്ടുന്ന ശബ്ദം ഈ യന്ത്രങ്ങളുടെ ശബ്ദത്തെ പൂർണ്ണമായും മറച്ചുപിടിച്ചു. ഓരോ തവണ കട്ടർ കോൺക്രീറ്റിൽ തട്ടുമ്പോഴും വലിയ ശബ്ദത്തോടെ കഷ്ണങ്ങൾ താഴേക്കു വീണുകൊണ്ടിരുന്നു. വിയർപ്പിൽ കുതിർന്ന ശരീരവുമായി അവർ ആ കഠിനമായ ജോലി തുടർന്നു. പുറത്ത് ഡിസംബർ മാസത്തെ തണുപ്പായിരുന്നെങ്കിലും ആ അടച്ചിട്ട മുറിക്കുള്ളിലെ ചൂട് അസഹനീയമായിരുന്നു. ഏകദേശം 5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആ കനത്ത കോൺക്രീറ്റ് പാളി തകർന്നു വീണു. മുകളിലെ ബാങ്കിലേക്ക് കടക്കാൻ പാകത്തിന് ഒരു വലിയ ദ്വാരമാണ് അവർ ഉണ്ടാക്കിയെടുത്തത്. മുകളിൽ ബാങ്ക് ജീവനക്കാരോ സെക്യൂരിറ്റിയോ ആരും തന്നെ ഇല്ലെന്ന് അവർ ഉറപ്പുവരുത്തിയിരുന്നു. 80 കിലോയോളം സ്വർണവും 25 ലക്ഷം രൂപയോളം വരുന്ന കറൻസിയും അവിടെ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 8 കോടി രൂപയുടെ ആകെ മൂല്യമുള്ള ആ വൻ നിധിയിലേക്ക് അവർ ഓരോരുത്തരായി ഇഴഞ്ഞുകയറി. ഇരുട്ടിൽ ബാങ്കിന്റെ ഉള്ളിലൂടെ അവർ വളരെ സാവധാനം നടന്നു. ആ ബാങ്കിന്റെ ഓരോ മൂലയും അവർക്ക് മനപാഠമായിരുന്നു. ഒടുവിൽ അവർ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. അതായത് സ്വർണവും പണവും സൂക്ഷിച്ചിരിക്കുന്ന ആ പ്രധാന ലോക്കറിനു മുന്നിൽ. അവിടെയും അവർ തങ്ങളുടെ പണിയായുധങ്ങൾ ഉപയോഗിച്ച് വളരെ തന്ത്രപരമായി തന്നെ മുന്നേറി. ലോക്കറിന്റെ കനത്ത വാതിൽ തകർത്തതോടെ അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത കാഴ്ചയാണ് കണ്ടത്. സ്വർണാഭരണങ്ങൾ ആ ചെറിയ വെളിച്ചത്തിൽ പോലും തിളങ്ങുന്നുണ്ടായിരുന്നു. പണത്തിന്റെ വലിയ കെട്ടുകൾ അടുക്കിവെച്ചിരിക്കുന്നു. അത്രയും വലിയൊരു സമ്പാദ്യം കണ്ടപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഭയം ആവേശമായി മാറി. 80 കിലോ സ്വർണമെന്നത് ചെറിയൊരു ഭാരമല്ല. അതുകൊണ്ടുതന്നെ അവർ വളരെ വേഗത്തിൽ അത് താഴേക്കെത്തിക്കാൻ തുടങ്ങി. ഓരോ സഞ്ചിയിലായി സ്വർണവും പണവും നിറച്ച് നേരത്തെ ഉണ്ടാക്കിയ ദ്വാരത്തിലൂടെ താഴെ നിൽക്കുന്നവർക്ക് കൈമാറി. ഈ കൈമാറ്റം നടക്കുമ്പോൾ അവർ പരസ്പരം മിണ്ടുന്നുപോലുമില്ലായിരുന്നു. എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ കൃത്യമായി നടന്നു. ആ വലിയ ബാങ്കിന്റെ സമ്പാദ്യം മുഴുവൻ മിനിറ്റുകൾക്കുള്ളിൽ ആ തുരങ്കത്തിലൂടെ താഴത്തെ നിലയിലേക്ക് ഒഴുകി. എല്ലാം വാരിക്കൂട്ടിയ ശേഷം അവിടെ നിന്ന് ഇറങ്ങുന്നതിനു മുൻപ് അവർ വളരെ തന്ത്രപരമായ ഒരു കാര്യം കൂടി ചെയ്തു. അതൊരു കത്തായിരുന്നു. ഒരു വ്യാജ നക്സലൈറ്റ് ഭീഷണി കത്ത്. തങ്ങളുടെ പുറകെ വരാനിരിക്കുന്ന പോലീസിനെ തെറ്റായ വഴിയിലേക്ക് നയിക്കാനാണ് അവർ അത്തരമൊരു കത്ത് അവിടെ ഉപേക്ഷിച്ചത്.
ആ കാലഘട്ടത്തിൽ നക്സലൈറ്റ് ആക്രമണങ്ങൾ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നതിനാൽ അന്വേഷണം ആ വഴിക്ക് പോകുമെന്ന് അവർ കണക്കുകൂട്ടി. തങ്ങൾ വെറും കള്ളന്മാരല്ല, മറിച്ച് ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണെന്ന് പോലീസിനെ വിശ്വസിപ്പിക്കുകയായിരുന്നു അവരുടെ തന്ത്രം. എല്ലാം കഴിഞ്ഞ് അവർ ആ ഇരുട്ടിലൂടെ തന്നെ അപ്രത്യക്ഷരായി. പുറത്ത് പുതുവർഷ പുലരിയിൽ ആളുകൾ ആഘോഷം തുടരുമ്പോൾ കേരളത്തെ നടുക്കിയ ആ വൻ കവർച്ചയുടെ ഭീകരത അടുത്ത ദിവസം ബാങ്ക് തുറക്കുമ്പോൾ മാത്രമേ ലോകമറിയുമായിരുന്നുള്ളൂ. ആ രാത്രി അവർ വിജയിച്ചു എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിച്ചു. പുതുവർഷത്തിന്റെ സന്തോഷത്തിൽ ബാങ്ക് അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ ജീവനക്കാർ ആ കാഴ്ച കണ്ട് ശരിക്കും തകർന്നുപോയി. ബാങ്കിന്റെ വോൾട്ട് തുറന്ന അവർ കണ്ടത് കാലിയായ ലോക്കറുകളും തറയിൽ വലിയൊരു കുഴിയുമാണ്. ഏതാണ്ട് 8 കോടി രൂപയുടെ സ്വർണവും പണവും ഒരൊറ്റ രാത്രി കൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. തറ തുരന്ന് ഇത്രയും വലിയൊരു കവർച്ച നടത്തിയത് ആർക്കും വിശ്വസിക്കാനായില്ല. കവർച്ച നടന്ന സ്ഥലത്ത് മാവോയിസ്റ്റുകളുടെ പേരിൽ ഒരു കുറിപ്പും അവിടെ ഉപേക്ഷിച്ചിരുന്നു. തുടക്കത്തിൽ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണോ എന്ന് പോലീസ് സംശയിച്ചെങ്കിലും അതൊരു വെറും നാടകമായിരുന്നു എന്ന് വൈകാതെ തെളിഞ്ഞു. കേരളത്തെ മുഴുവൻ മടുക്കിയ ആ വാർത്ത കേട്ട് നാട്ടുകാരും പോലീസും ഒരുപോലെ അമ്പരന്നു നിൽക്കുകയായിരുന്നു. സാധാരണ ഒരു മോഷണമല്ല ഇതെന്നും ഇതിന് പിന്നിൽ വലിയൊരു സംഘമുണ്ടെന്നും പോലീസിന് അപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു. കേരള പോലീസിന് ഇതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. അതുകൊണ്ടുതന്നെ വളരെ കരുതലോടെയാണ് അവർ ഓരോ നീക്കവും നടത്തിയത്. ഫോറൻസിക് വിദഗ്ധർ വോൾട്ടിനുള്ളിലെ തറ മുറിച്ച രീതിയും അവിടെ ലഭിച്ച തെളിവുകളും വിശദമായി പരിശോധിച്ചു. ആ വ്യാജ നക്സലൈറ്റ് കത്ത് അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ മനഃപൂർവ്വം ഇട്ടതാണെന്ന് അവർക്ക് മനസ്സിലായി. ബാങ്കിന് താഴെയുള്ള റെസ്റ്റോറന്റ് വാടകയ്ക്ക് എടുത്തതും മാസങ്ങളോളം അവിടെ അറ്റകുറ്റപ്പണികൾ നടന്നതും പോലീസ് ഗൗരവമായി എടുത്തു. ചുറ്റുമുള്ള കടക്കാരോടും നാട്ടുകാരോടും സംസാരിച്ചപ്പോൾ റെസ്റ്റോറന്റ് നടത്തിയിരുന്നവരെക്കുറിച്ച് ചില സൂചനകൾ ലഭിച്ചു. വളരെ കൃത്യമായ പ്ലാനിങ്ങോടെ വോൾട്ടിന് താഴെ തന്നെ കുഴിയുണ്ടാക്കിയത് സാധാരണക്കാരായ കള്ളന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലായിരുന്നു. പ്രൊഫഷണൽ ക്രിമിനലുകൾ രാഷ്ട്രീയ വേഷം കെട്ടി നടത്തിയ ഒരു വൻ മോഷണമാണിതെന്ന് അതോടെ ഉറപ്പായി. അന്വേഷണം ജോസഫ് എന്ന ബാബുവിനെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ടു പോയത്. കാരണം അയാളായിരുന്നു ഈ ബുദ്ധിയുടെ പിന്നിലെ തലച്ചോറ്. റെസ്റ്റോറന്റിൽ വന്നവരും അവിടെ ജോലി ചെയ്തവരും നൽകിയ വിവരങ്ങൾ ബാബുവിനെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചു. ഏതാണ്ട് 60 ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് ഈ സംഘത്തെ മുഴുവനായി വലയിലാക്കി. സിനിമയെ വെല്ലുന്ന ആസൂത്രണം നടത്തിയെങ്കിലും പോലീസിന്റെ ബുദ്ധിക്കു മുന്നിൽ അവർക്ക് തോൽക്കേണ്ടി വന്നു. കവർച്ച ചെയ്ത സ്വർണം പലയിടങ്ങളിലായി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പോലീസ് വളരെ തന്ത്രപരമായി ഈ സ്വർണമെല്ലാം കള്ളന്മാരുടെ ഒളിസങ്കേതങ്ങളിൽ നിന്ന് കണ്ടെടുത്തു. മോഷ്ടിക്കപ്പെട്ട 80% സ്വർണവും തിരികെ ലഭിച്ചത് പോലീസിന്റെ വലിയൊരു വിജയമായിരുന്നു. ബാബുവും കൂട്ടാളികളും നിയമത്തിന്റെ പിടിയിലായതോടെ ആ വലിയ കവർച്ചാക്കഥയ്ക്ക് താൽക്കാലികമായി തിരശ്ശീല വീണു. ചെലമ്പ്ര ബാങ്ക് കവർച്ച വെറുമൊരു വാർത്തയിൽ ഒതുങ്ങിയില്ല. അത് വർഷങ്ങൾക്കിപ്പുറവും ആളുകൾക്കിടയിൽ ചർച്ചയായി തന്നെ തുടർന്നു. ഈ സംഭവത്തെ ആസ്പദമാക്കി പുസ്തകങ്ങളും സിനിമകളും വരെ പുറത്തുവന്നു. ഇന്ത്യാസ് മണി ഹൈസ്റ്റ് എന്ന പേരിൽ പെൻഗ്വിൻ പബ്ലിക്കേഷൻസ് ഇറക്കിയ പുസ്തകത്തിൽ ഈ കവർച്ചയെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റകൃത്യമായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വലിയ താരങ്ങളെ വെച്ച് സിനിമയാക്കാൻ പലരും താൽപ്പര്യം കാണിച്ചതോടെ ഈ സംഭവം ഒരു സിനിമാ കഥ പോലെ ജനഹൃദയങ്ങളിൽ പതിഞ്ഞു. ഒരു സിനിമ കണ്ടിറങ്ങി അതേപോലെ മോഷണം നടത്താനിറങ്ങിയ ബാബുവിന്റെ കഥ തന്നെ പിന്നീട് പലർക്കും പ്രചോദനമായി മാറി എന്നത് വലിയൊരു വൈരുദ്ധ്യമാണ്. താൻ ചെയ്ത കാര്യങ്ങൾ ലോകം മുഴുവൻ അറിയണമെന്ന ബാബുവിന്റെ ആഗ്രഹം എങ്ങനെയൊക്കെയോ അക്ഷരാർത്ഥത്തിൽ സത്യമായി മാറി. ഒടുവിൽ ജോസഫ് എന്ന ബാബു കേരളത്തിലെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ മറക്കാനാവാത്ത ഒരു പേരായി മാറി. ഇന്ന് ചെലമ്പ്രയിലെ ആ ബാങ്ക് പഴയതുപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. തറയിലെ ആ കുഴിയെല്ലാം എന്നോ അടച്ചുകഴിഞ്ഞു. എങ്കിലും പഴയ കാര്യങ്ങൾ അറിയാവുന്ന ആരെങ്കിലും അവിടെ ചെന്നാൽ അന്ന് നടന്ന ആ വലിയ സംഭവങ്ങൾ ഒരിക്കൽ കൂടി ഓർത്തെടുക്കും. ഒരു സിനിമ കണ്ട് ആവേശം കയറി ജീവിതം തന്നെ സിനിമയാക്കാൻ നോക്കിയ ബാബു ഇപ്പോൾ ഒരു പാഠമായി നമ്മുടെ മുന്നിലുണ്ട്. താഴെയുള്ള ആ റെസ്റ്റോറന്റ് മുറി ഇപ്പോൾ വെറുമൊരു കച്ചവട സ്ഥാപനം മാത്രമാണ്. പക്ഷേ ഒരിക്കൽ
അതൊരു വലിയ കുറ്റകൃത്യത്തിന്റെ കവാടമായിരുന്നു. മിഡ്നൈറ്റ് ടെയിൽസ് മലയാളത്തിന്റെ ഈ ഭാഗം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. സിനിമകളിൽ കാണുന്നതുപോലെ അതിബുദ്ധി കാണിച്ച് നിയമത്തെ വെട്ടിക്കാൻ നോക്കുന്നത് വെറുമൊരു സാഹസികതയാണോ, അതോ മനുഷ്യന്റെ അപകടകരമായ ഭാവനയുടെ ഫലമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്ത് നമ്മളുമായി പങ്കുവയ്ക്കുക. അടുത്ത ഒരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.